ഹായ്, വെൽക്കം ടു IAS ഫാക്ടർ. നമ്മൾ ഇന്ന് ടെസ്റ്റ് സീരീസിൻ്റെ ഡിസ്കഷനാണ്. എന്താണ് നമ്മുടെ ടെസ്റ്റ് സീരീസിലുള്ളത്? കൾട്ട് 2026 അതൊരു ഇൻറ്റഗ്രേറ്റഡ് പ്രിലിംസ് ആൻഡ് മെയിൻസ് ടെസ്റ്റ് സീരീസ് ആണ്. സോ നിങ്ങൾ ഒബ്വിയസ്ലി ഇത് കാണുമ്പോൾ ഞാനിവിടെ വന്നിരുന്ന നമ്മുടെ ടെസ്റ്റ് സീരീസ് ഇങ്ങനെയാണ്, ടെസ്റ്റ് സീരീസ് അങ്ങനെയാണ്, ഇതിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഇടുന്നത്, അല്ലെങ്കിൽ UPSC ചോദിക്കാൻ പോകുന്ന അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നതിനെക്കാട്ട് അപ്പുറത്തേക്ക് ഇതെല്ലാം ടെസ്റ്റ് സീരീസിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ആണ്. പക്ഷേ ഐ ഹാവ് എ ഡിഫറെൻറ്റ് സ്റ്റോറി ടു ഷെയർ നൗ. ഇത് നിങ്ങളൊരു 5 മിനിറ്റ് വളരെ പേഷ്യൻ്റായിട്ട് ഞാൻ പറയുന്ന കേൾക്കണം. ഡെഫിനറ്റ്ലി നമ്മുടെ ടെസ്റ്റ് സീരീസിൻ്റെ ഫീച്ചേഴ്സ് പറയാന്നുള്ളത് ദാറ്റ് ഈസ് മൈ ഡ്യൂട്ടി ആൻഡ് ഐ ഡെഫിനറ്റ്ലി ഡു ദാറ്റ്. പക്ഷെ അതിനെക്കാട്ടും കൂടുതൽ ഒരു മെൻറ്ററിങ് ടിപ്പ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഐ ഹാവ് എ ലാർജർ ക്വസ്റ്റ്യൻ ടു ആസ്ക്. നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടതാണ്. ബിഗിനർ ആണെങ്കിലും വെറ്ററൻ ആണെങ്കിലും, ഇനിയിപ്പോൾ 3-4 അറ്റംപ്റ്റ് കൊടുക്കുന്ന ആളാണെങ്കിലും എല്ലാ കൊല്ലം ടെസ്റ്റ് സീരീസ് എഴുതുന്നതാണ്. സോ ഈ ടെസ്റ്റ് സീരീസ് വേണോ അല്ലെങ്കിൽ ഏത് ടെസ്റ്റ് സീരീസ് വേണോ എന്നതിനെക്കാട്ടും കൂടുതൽ ഞാൻ പറയും ടെസ്റ്റ് സീരീസ് ഇസ് റിയലി എ വേസ്റ്റ് ഓഫ് ടൈം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനും ടെസ്റ്റ് സീരീസ് ഉണ്ടാക്കുക നമ്മുടെ കൾട്ടും വേസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ IAS ഫാക്ടർ ടെസ്റ്റ് സീരീസും വേസ്റ്റ് ആണ്, പ്രൊവൈഡഡ് നിങ്ങൾക്കിത് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല എങ്കിൽ. ഇഫ് യു ഡു നോട്ട് നോ ടു ഡിറൈവ് ദ വാല്യൂ ഓഫ് ദിസ് ടെസ്റ്റ് സീരീസ് ദെൻ ഇറ്റ് ഇസ് എ വേസ്റ്റ്. ഞങ്ങൾ അതിഗംഭീരമായ ക്വസ്റ്റ്യൻസ് UPSC ചോദിക്കുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് എന്ന് ചോദിച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് ആണുള്ളത്? വാട്ട് ആർ യു ഗെയിനിങ് ഫ്രം ദിസ്? അവിടെയാണ് ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കേണ്ടത്. അത് തന്നെയാണ് കൾട്ട് ഉൾപ്പെടെ ഞാൻ പറഞ്ഞു നമ്മുടെ ടെസ്റ്റ് സീരീസ് ഉൾപ്പെടെ വേസ്റ്റ് ആണെന്ന് പറയും. കാരണം നിങ്ങൾക്കത് കൃത്യമായിട്ട് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഹൗ ടു യൂസ് ദിസ് എന്ന് പഠിക്കണം. അതിനു വേണ്ടിയാണ് ഞാനിത് നിങ്ങൾ കാണണമെന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ നമ്മുടെ ടെസ്റ്റ് സീരീസിൻ്റെ ഫീച്ചേഴ്സ് പറയാം. പക്ഷേ എന്തിനാണ് ടെസ്റ്റ് സീരീസ്, എന്തുകൊണ്ടാണ് ഇത് വേസ്റ്റ് ആവുന്നത്, എങ്ങനെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നാളെ വെൻ യു ഡു ദിസ് ടെസ്റ്റ് നിങ്ങളത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് ബെനിഫിറ്റ് കിട്ടണം. സോ അതിനു വേണ്ടിയാണ് ഇപ്പോൾ വേണമെങ്കിൽ പലപ്പോഴും ആസ്പിരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഐ വിൽ ടേക്ക് ദ ബെസ്റ്റ് ടെസ്റ്റ്, ഞാൻ ഏറ്റവും ബെസ്റ്റ് ടെസ്റ്റ് എടുക്കുള്ളൂ. ആൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് എ ബെസ്റ്റ് ടെസ്റ്റ് ഇസ് ഓൾവേസ് വെരി റിലേറ്റീവ്. UPSCക്ക് ഇതൊന്നും ചോദിക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എന്തിനാണ് നമ്മൾ പരീക്ഷ എഴുതുന്നതെന്നൊരു ചോദ്യമുണ്ട്. ചിലർ പറയും ഐ നീഡ് ദ ബെസ്റ്റ് ക്വാളിറ്റി, ഞാൻ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്, UPSC പോലെ ഉണ്ടാക്കുന്നുണ്ട്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോ വാട്ട്, നിങ്ങൾക്ക് അതിന് ബെനിഫിറ്റ് കിട്ടിയില്ലെങ്കിലും. അതുകൊണ്ടാണ് വൈ, എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ബിഗ്ഗസ്റ്റ് ആൻസർ ഇസ് നമ്മുടെ റോങ് വിഷൻ, റോങ് ഗോളാണ്. ടെസ്റ്റ് സീരീസ് എടുക്കുമ്പോൾ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ, വളരെ ഓപ്പൺ ആയിട്ട് ഈ ചോദ്യം നിങ്ങളോട് ചോദിച്ചു നോക്കുക. മിക്ക ആൾക്കാരും ടെസ്റ്റ് സീരീസ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റ് സീരീസ് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട പാരാമീറ്റർ ആണ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്ലാനിങ്, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡെസ്റ്റിനേഷൻ. ഇത് എടുത്തില്ലെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ എന്തോ വലിയ കുഴപ്പമുണ്ട് എന്ന് ഓൾറെഡി ഉള്ള വലിയൊരു നോഹൗ എല്ലാവരും പറയുന്നുണ്ട്. അതുകൊണ്ട് പല ആൾക്കാരും, പിന്നെ എവിടെയോ നമുക്കറിയാം നമ്മൾ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടെസ്റ്റ് ചെയ്തുമ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ആവും, ഇതൊക്കെ നമുക്കറിയാമെങ്കിലും നമ്മുടെ വിഷനും നമ്മുടെ ഗോളും റോങ് ആണെന്ന് ഞാൻ പറയുന്നത്. കാരണം എവിടെയോ ടെസ്റ്റ് സീരീസ് ഒരു ഇന്നിവിറ്റബിൾ കണ്ടന്റ് ആണ്, അപ്പോൾ അത് എടുത്തേ പറ്റുള്ളൂ. ആർക്കോ വേണ്ടി ടെസ്റ്റ് സീരീസ് എടുത്ത് വെറുതെ ടെസ്റ്റ് സീരീസ് സോൾവ് ചെയ്താൽ പലരും ഇങ്ങനെയാണ്, ടെസ്റ്റ് സീരീസ് ഉണ്ട്, 40 എക്സാംസ് ഉണ്ട്, ഞാൻ 40 എക്സാംസ് സോൾവ് ചെയ്താൽ എനിക്ക് സിവിൽ സർവീസ് കിട്ടുമോ? ദർ ഇസ് നോ ഗ്യാരണ്ടി ഇൻ ദാറ്റ്. അപ്പോൾ എന്തോ ഒരു കാര്യം ചെയ്തതുകൊണ്ട് മാത്രം ഇത് കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഗോൾ ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ ഐ ടെൽ യു, അവിടെയാണ് നമ്മളെല്ലാവരും വളരെ ഹൈ മാർക്സ് ആഗ്രഹിക്കുന്നുണ്ട്. പലരും ടെസ്റ്റ് സീരീസ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്, ഓരോ ടെസ്റ്റ് കഴിയുമ്പോൾ നമ്മൾ നോക്കും എത്ര പേർക്ക് 100 above കിട്ടി. നമ്മൾ ഓഫ്ലൈനൊക്കെ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഐ നോ ദർ വിൽ ലോട്ട് ഓഫ് പീപ്പിൾ ഹു വിൽ റേസ് ദ ഹാൻഡ്സ്, എനിക്ക് കിട്ടി. അപ്പോൾ പാവം 60ഉം 50ഉം 48ഉം 68ഉം കിട്ടുന്ന എൻ്റെ അവസ്ഥ, ഞാൻ ഈ 100 കിട്ടുന്നവനെ എന്നും നോക്കിക്കൊണ്ടിരിക്കും. വാട്ട് ഈസ് സോ ഡിഫറെൻറ്റ് അബൌട്ട് ദിസ് പേഴ്സൺ ആൻഡ് വൈ ആം ഐ നോട്ട് ഗെറ്റിംഗ് ദിസ് മാർക്ക്? ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഹൈ മാർക്കിന് വേണ്ടി, ഇപ്പോൾ മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ നമുക്ക് മാർക്ക് ഒരു പാരാമീറ്റർ ആണ്, പക്ഷേ മാർക്കിന് വേണ്ടി മാത്രമല്ല ടെസ്റ്റ് സീരീസ് ചെയ്യേണ്ടതെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. നമുക്കുള്ള ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയാണ് ചെയ്യുന്നത്. മാർക്ക് ഇസ് ജസ്റ്റ് എ റിഫ്ലക്ഷൻ ഓഫ് ദാറ്റ്. ആൻഡ് അതുകൊണ്ട് നമ്മൾ മോശമാവുന്നുമില്ല, പക്ഷേ നമ്മൾ പലപ്പോഴും ഡിജക്റ്റഡ് ആവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ, ഞാൻ ശരിയാണോ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ആൻഡ് പിന്നെ ടെസ്റ്റ് സീരീസിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ലൈഫ് ഇസ് എ ബിഗ് റേസ്. ഇതൊരു വലിയ റേസാണ്, നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കും. എവിടെ ഓടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ റൺ ബേബി റൺ, യു കീപ് റണ്ണിങ്. ഇന്ന് സബ്ജക്ട്സ് പറഞ്ഞു, ഇന്ന് ഹിസ്റ്ററി ഉണ്ട്, നാളെ ജോഗ്രഫി ഉണ്ട്, അടുത്ത ആഴ്ച പോളിറ്റി ഉണ്ട്, അടുത്ത ആഴ്ച എക്കണോമി ഉണ്ട്. ബേസിക്കലി ഇങ്ങനെ ടെസ്റ്റ് സീരീസ് നടത്താൻ പറ്റുള്ളൂ, ഇങ്ങനെ എല്ലായിടത്തും നടത്താൻ പറ്റുള്ളൂ. നമ്മളും ഇങ്ങനെ തന്നെ നടത്തുന്നത്. പക്ഷേ ഈ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക്, ഈ റേസിനിടയ്ക്ക് എന്തിനാണ് നമ്മളിത് എഴുതുന്നത് എന്നുള്ള നല്ല ബോധ്യമുണ്ട് എങ്കിൽ ദർ ഇസ് എ വാല്യൂ ഫോർ ദിസ് ടെസ്റ്റ്. ഡെഫിനറ്റ്ലി
ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റേസിൽ നിന്ന് നമ്മൾ ഡിസ്കണക്ട് ചെയ്യണം. നിങ്ങൾ ആരെയും കമ്പയർ ചെയ്യാനോ ഇത് തീർന്നില്ലല്ലോ അതെത്തിയില്ലല്ലോ, അൾട്ടിമേറ്റ്ലി ഇങ്ങനെ കുറേ ഓടിയിട്ട് അവസാനം ഫെബ്രുവരി ആകുമ്പോഴേക്കും ഓടി തീർത്തു, കറക്റ്റായിട്ട് ഓടി തീർത്തു, പക്ഷേ എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നതിനെക്കാട്ടും നല്ലതല്ലേ കറക്റ്റായിട്ട് പഠിച്ചു പോകാന്നുള്ളത്. സോ മൈ സജഷൻ ഈസ് യു ഷുഡ് ഡിസ്കണക്ട് ഫ്രം ദിസ് റേസ്. ഓടിക്കോളും, നമ്മുടെ പേസിൽ നമ്മുടെ കോൺസെപ്റ്റ് ക്ലാരിറ്റി കവർ ചെയ്ത് ഓടുന്നതിലാണ് നമ്മുടെ കാര്യം. അല്ലാതെ വെറുതെ ആർക്കോ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ടെസ്റ്റ് സീരീസ് കറക്റ്റായിട്ട് ഞാൻ ഓടി എത്തിയേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം പ്രൈസൊന്നുമില്ല. സബ്ജക്ട്സ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും സീസൺസ് പോലെ. സോ അവസാനം എത്തുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രിലിംസിൻ്റെ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ പറയും ഞാൻ 40 എക്സാംസ് എഴുതി. ഇനി ചില ആൾക്കാരുണ്ട് 4-5 ടെസ്റ്റ് സീരീസ് എടുത്ത് ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന എല്ലാം കൂടെ നിരത്തി പിടിച്ച് സോൾവ് ചെയ്യും. സോ യു സേ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ദാറ്റ് ഐ ഹവ് സോൾവ് 50, 100, 150 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത്രയും ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. നോബഡി ഹസ് എവർ സെഡ് എനിത്തിങ് അബൌട്ട് ദിസ്. ഇതിൻ്റെ അവസാനം എന്താണെന്ന് വെച്ചാൽ, വി നോ എവറിഥിങ് ബട്ട് യു ഡോണ്ട് നോ നത്തിങ്. ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ 100 ക്വസ്റ്റ്യൻ എനിക്ക് എവിടെയൊക്കെ എന്തൊക്കെയോ അറിയാം, പക്ഷേ ഒന്നിൻ്റെ ഉത്തരം അറിയില്ല. ഓൺലി ബിക്കോസ് യു ഡോണ്ട് നോ ദ കോൺസെപ്റ്റ് ക്ലാരിറ്റി. ടെസ്റ്റ് സീരീസ് ആരോ എടുക്കാൻ പറഞ്ഞു, ആർക്കോ വേണ്ടി ടെസ്റ്റ് സീരീസ് എടുത്തു, ടെസ്റ്റ് സീരീസ് എടുത്ത് IAS കിട്ടുമെന്ന് വിചാരിച്ചു, ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് എന്തിനാ ഇത് എടുക്കുന്നത് എന്ന് അറിഞ്ഞിട്ട് മതി എഴുതുക എന്നുള്ളതാണ്. ഐം ജസ്റ്റ് ഗിവിങ് യു എ മെൻറ്ററിങ് ടിപ്പ്. ഇത് ചെയ്താൽ തിങ്സ് വിൽ ചേഞ്ച്. അതുകൊണ്ടാണ്, കാരണം ടെസ്റ്റ് സീരീസിൻ്റെ അൾട്ടിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത്, ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടണം. എന്തെങ്കിലും ഗുണം കിട്ടുക എന്ന് വെച്ചാൽ നമുക്ക് ആ പേപ്പർ പാസ്സാവാൻ പറ്റണം. അതിന് പല ആസ്പെക്റ്റ് ഉണ്ട്. ടൈം മാനേജ്മെൻറ്റ് വർക്കൗട്ട് ആവണം, ടെൻഷൻ ആവാൻ പാടില്ല, ഫോക്കസ് കിട്ടണം, കൃത്യമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റണം. അങ്ങനെ പല പല കാര്യങ്ങൾ ഒറിജിനൽ എക്സാമിന് നമ്മൾ എഴുതുന്ന ടെസ്റ്റിൻ്റെ പല കാര്യങ്ങളും നമുക്കിവിടെ ബെനിഫിറ്റ് കിട്ടണം. അതുകൊണ്ടാണ്, ഇതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ എല്ലാ ആസ്പിറൻസിൻ്റെ ഒരുവിധം സ്റ്റോറി. ഇതാണ്, കുറേ മാർക്കിന് വേണ്ടി കഷ്ടപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞത് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് 78 മാർക്കേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് നിങ്ങൾക്കൊരു 150 മാർക്ക് കിട്ടിയില്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ബിക്കോസ് ടെസ്റ്റ് സീരീസിൽ നമ്മൾ പഠിക്കുന്ന സിലബസിന് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. ഇറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ് ഫ്രം UPSC. UPSCയിൽ യാതൊരു ഗ്യാരണ്ടി ഇല്ല. നമ്മളിതാ ഇന്ന ഏരിയ, ഏൻഷ്യൻ ഇന്ത്യ അല്ലെങ്കിൽ മെഡീവൽ ഇന്ത്യ അല്ലെങ്കിൽ ജോഗ്രഫിയിൽ ഇന്ന ഏരിയ പഠിച്ചിട്ട് വരാൻ പറഞ്ഞു, അതിനകത്ത് നിന്ന് 100 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നു, എന്നിട്ടും നമുക്ക് 78 ആണ് കിട്ടുന്നെങ്കിൽ ഒബ്വിയസ്ലി ആൻഡ് മോറലി യു ആർ സപ്പോസ് ടു ഫൈൻഡ് ദിസ് ഔട്ട്. എന്നിട്ടും നമ്മൾ കണ്ടുപിടിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വി ആർ ഇൻ എ റേസ്, നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്രാവശ്യം അതൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ യു ക്യാൻ മേക്ക് എ ബിഗ് ചേഞ്ച്. സാധാരണ ആസ്പിറൻസിനെ പോലെ ആവാണ്ട്, എന്തുകൊണ്ട് എനിക്ക് 150 കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് 200 കിട്ടിയില്ല, എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവില്ലേ? പഠിച്ചത് മറന്നുപോയോ, പഠിച്ചത് ശരിയായില്ല, അല്ലെങ്കിൽ വായിക്കാൻ നേരത്ത് മനസ്സിലായില്ല. അതിലാണ് നമ്മൾ ഇപ്രാവശ്യം വർക്കൗട്ട് ചെയ്യേണ്ടത്. അതാണ് ടെസ്റ്റ് സീരീസ്. സോ ഇതൊരു വലിയ ലെസണാണ്. ഞാൻ ഞങ്ങളുടെ IAS ഫാക്ടറിൻ്റെ ടെസ്റ്റിൽ ഇന്നതുണ്ട് അതുണ്ടെന്ന് പറയുന്നതിനെക്കാട്ടും കൂടുതൽ ഐ തോട്ട് ദാറ്റ് യു ഷുഡ് ഡെഫിനറ്റ്ലി ലിസൺ ടു ദിസ്. ഇഫ് യു ട്രൈ ദിസ് യു ക്യാൻ മേക്ക് എ ഡിഫറൻസ്. അതുകൊണ്ടാണ് IAS ഫാക്ടറിൻ്റെ എല്ലാ എക്സാംസിലും ഞാൻ നിങ്ങളൊരു പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് കൊണ്ടുവരാൻ പറയുന്നത്. റീവൈൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഇവിടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഐ ടെൽ യു, എല്ലാ ടെസ്റ്റും ഒരേപോലെ തന്നെയാണ്. പക്ഷേ ഒരു ടെസ്റ്റ് കഴിഞ്ഞ്, ഇന്ന് ജോഗ്രഫിയുടെ എക്സാം കഴിഞ്ഞു, ക്വസ്റ്റ്യൻ പേപ്പർ അടച്ചു വെച്ചു, എന്തെങ്കിലുമൊക്കെ എടുത്ത് നോക്കി, എൻ്റെ മാർക്ക് 82.5, മൊത്തം പരാജയമായിരുന്നു എന്ന് സ്വയം തീരുമാനിച്ചു. അടുത്ത ദിവസം ഉടനെ ബുക്ക് എടുക്കുകയാണ്. കാരണം അടുത്ത ആഴ്ച മോഡേൺ ഇന്ത്യയുടെ പരീക്ഷയുണ്ട്, അതും ഇങ്ങനെ പോയി. അടുത്ത ആഴ്ച പിന്നെ എടുക്കണം, ഇന്ത്യൻ പോളിറ്റിയുടെ പരീക്ഷയുണ്ട്. അങ്ങനെ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി പഠിക്കുക എന്നുള്ളത് ഒരു സൊല്യൂഷൻ അല്ല. നമ്മൾ എപ്പോൾ പഠിത്തം നിർത്തുന്നോ, ടെസ്റ്റ് കഴിഞ്ഞാൽ റീവൈൻഡ് എന്ന് പറയുന്നത് ഒരു തരം, കൃത്യം പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഇൻഡയറക്റ്റ് റിവിഷൻ, ഇറ്റ്സ് എ സ്കാൻ. നമ്മളൊരു മെഡിക്കൽ റിപ്പോർട്ട് എടുക്കുന്ന പോലെ ഒരു സ്കാൻ നമ്മളെ തന്നെ നമ്മൾ സ്കാൻ ചെയ്ത്, വേർ ഡിഡ് യു ഗോ റോങ്, വാട്ട് ഈസ് ദ പ്രോബ്ലം, വാട്ട് എക്സാക്ട്ലി വെൻറ്റ് റോങ് എന്ന് ഡീകോഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ എന്താണെന്ന് ഇവിടെ നമുക്ക് റീവൈൻഡിന് വേണ്ടി എനിക്ക് പ്രത്യേകം ഐ ഹവ് ഡിസൈൻ 3 ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ദാറ്റ് യു ആർ സപ്പോസ് ടു ഡു ദിസ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു സ്റ്റോറി ഓഫ് ആസ്പിരൻറ്റ് എന്ന് പറയുന്നത്. സോ നോ ദ പ്രോബ്ലംസ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സോ നിങ്ങൾ ആകെ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ടെസ്റ്റ് സീരീസ് എഴുതുക എന്ന് പറയുമ്പോൾ വെറുതെ എഴുതുക, വെറുതെ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതിനെക്കാട്ടും ആ ഗോൾ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക. ഇത്രയാണ് എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ള. ദിസ് ഈസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ നെറേറ്റീവ്. ഇതൊരു മെൻറ്ററിങ് ടിപ്പായിട്ട് നിങ്ങൾ കാണണം. ദിസ് ക്യാൻ മേക്ക് വണ്ടേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ടെസ്റ്റ് സീരീസ് എടുത്താൽ എങ്ങനെ ഇപ്രാവശ്യം എടുത്താൽ ദ അൾട്ടിമേറ്റ് ത്രസ്റ്റ് എടുത്ത് സോൾവ് ചെയ്യുന്നതിൽ മാത്രമല്ല, ഈ റീവൈൻഡിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. വിൽ ജസ്റ്റ് ഡിസ്കസ് ദാറ്റ്. ഇതുവരെ ഉള്ളത് ക്ലിയർ ആണെങ്കിൽ നൗ ഐ ടെൽ യു നമ്മുടെ കൾട്ട് എന്ന് പറയുന്ന ടെസ്റ്റ് സീരീസിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റ് സീരീസ് ഉണ്ടാക്കുമ്പോൾ വി മേക്ക് ഷുവർ ദാറ്റ്
നിങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടാവണം എന്നനുസരിച്ച് തന്നെ വി ആർ ക്രാഫ്റ്റിംഗ് ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ദിസ് ടൈം വി ആർ സ്പോട്ട് ഓൺ ദാറ്റ്. UPSCയുടെ അതേ ക്വസ്റ്റ്യൻ ഇപ്പോൾ പ്രിലിംസിന് ഇതിനകത്തൊന്ന് ചോദിക്കൂലെന്നൊരു ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു മൈൻഡ് സെറ്റ്, വി കോൾ ഇറ്റ് ദ പ്രിലിംസ് പെർസ്പെക്റ്റീവ്. ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ പരീക്ഷ എഴുതാൻ പോയിരിക്കുന്ന സമയത്ത്. ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല, എത്ര ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ ആണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പഠിച്ചതെന്ന് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യട്ടെ. അപ്പോൾ ടെസ്റ്റ് സീരീസ് എഴുതുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ബെസ്റ്റ് എഫേർട്ട് തന്നെയാണ് IAS ഫാക്ടർ എടുക്കുന്നത്. ആൻഡ് ദിസ് ടൈം IAS ഫാക്ടർ ഇസ് ക്യൂറേറ്റിംഗ്. വി ആർ ട്രൈങ് അവർ ബെസ്റ്റ് ടു മേക്ക് ദ ബെസ്റ്റ് ക്വസ്റ്റൻ പേപ്പർ. അതുകൊണ്ട് മാത്രമായില്ല, ബട്ട് വി ആർ ടേക്കിംഗ് ദാറ്റ് എഫേർട്ട്. സോ അതുകൊണ്ട് നമുക്ക് പ്രിലിംസ് മെയിൻസ് എക്സാംസ് ഇൻറ്റഗ്രേറ്റഡ് ആണ്. കാരണം ലെറ്റ് മീ ഓൾസോ ടെൽ യു ദാറ്റ് മോസ്റ്റ് ഓഫ് ദി ആസ്പിറൻസ് മെയിൻസിന് വേണ്ടി പഠിക്കാറേ ഇല്ലാരും. അതുകൊണ്ട് മെയിൻസിന് വേണ്ടി പഠിക്കുന്ന എപ്പോഴാണെന്നറിയാം, ജൂൺ 1 ശേഷം. പ്രിലിംസ് കഴിഞ്ഞിട്ട് ശ്രദ്ധിച്ച് കേട്ടോളൂ, ജൂൺ 1 ശേഷം യു സ്റ്റഡി ഫോർ പ്രിലിംസ്. ജൂലൈ 10 ആകുമ്പോൾ റിസൾട്ട് വരും. പ്രിലിംസ് കിട്ടിയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ പഠിത്തം നിർത്തി അടുത്ത പിന്നെയും പ്രിലിംസിന് പഠിച്ചു തുടങ്ങും. സോ ഹാവ് യു എവർ കംപ്ലീറ്റഡ് എ മെയിൻ സൈക്കിൾ? ദാറ്റ്സ് എ കീ ക്വസ്റ്റ്യൻ. ദിസ് ടൈം നമുക്ക് എത്ര എക്സാം ഉണ്ടോ ഈ ഷെഡ്യൂളിൽ കൊടുത്തിരിക്കുന്ന ഓരോ എക്സാമിൻ്റെ ശേഷവും ഇമ്മീഡിയറ്റ്ലി ഒരു മെയിൻസിൻ്റെ ക്വസ്റ്റൻ ഉണ്ടാവും. അതേ ഏരിയയിൽ നിന്ന് തന്നെ. ചിലപ്പോൾ 20 ക്വസ്റ്റൻ ഒന്നും ആയിരിക്കില്ല. സ്ലോലി വിൽ സ്റ്റാർട്ട് ഓഫ് വിത്ത് 5, 6, 7, 8, 9 അങ്ങനെ സ്ലോലി നമ്മൾ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂട്ടി വരും. മെയിൻസിനെ സംബന്ധിച്ചോളം ദിസ് ഇസ് ഫേസ് 1. പ്രിലിംസിൻ്റെ ഏകദേശം ആ ഒരു സമയം, ടെസ്റ്റ് സീരീസിൻ്റെ കഴിയുന്ന ഒരു സമയം വരെ നമുക്ക് റൈറ്റിംഗ് പ്രാക്ടീസ് ഉണ്ട്. നോട്ട് എക്സാക്ട്ലി മെയ് വരെ അല്ല, ഒരു ഏപ്രിൽ മാർച്ച് എൻഡ് വരെയൊക്കെ നമുക്കുണ്ടാവും. അതിനുശേഷം മെയിൻസിൻ്റെ സെക്കൻഡ് ഫേസ് ജൂൺ 1 സ്റ്റാർട്ട് ചെയ്യും. 2026 നമ്മൾ അടുത്ത ഫേസ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അതുവരെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് തന്നെ നമുക്ക് എഴുതി പോകണം. അല്ലാതെ വെറുതെ പ്രിലിംസ് പഠിച്ചുകൊണ്ടിരിക്കുന്നതല്ല. വാട്ട് എവർ കോൺസെപ്റ്റ്സ് ദാറ്റ് യു ഹവ് ലേൺഡ്, യു ഷുഡ് ബി ഏബിൾ ടു ടെസ്റ്റ് ഇറ്റ് MCQ വൈസ് ആൻഡ് യു ഷുഡ് ഓൾസോ ബി ഏബിൾ ടു റൈറ്റ് ഇറ്റ്. അങ്ങനെ നമുക്കൊരു ഗ്രിപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതുകൊണ്ടാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. നമുക്ക് 42 എക്സാംസ് ഉണ്ട്. അത് വി ആർ സ്റ്റാർട്ടിങ് ഓഫ് എക്സ്ക്ലൂസീവ്ലി വിത്ത് ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ബേസിക് ആണ്. നമുക്ക് 8 എക്സാംസ് ഉണ്ട്. ബിക്കോസ് ഐ ആം ഓഫ് ദി ഒപ്പീനിയൻ ദാറ്റ് NCERT 6 മുതൽ 10 വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആൻഡ് അത് ഞാൻ വിശ്വസിക്കുന്നത് മാത്രമല്ല, ഇഫ് യു ചെക്ക് ഔട്ട് ദ PYQ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ് ഫാക്ട് ദാറ്റ് ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാറുമുണ്ട്. നമ്മൾ അതുകൊണ്ട് തന്നെ 6 to 10 NCERTയിൽ 8 എക്സാംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഷെഡ്യൂൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കറണ്ട് അഫയേഴ്സിൻ്റെ എക്സാംസ് ഉണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ജോഗ്രഫി ചിലപ്പോൾ 6, 7 ആയിരിക്കും, പിന്നെ 8, 9 ആയിരിക്കും. അങ്ങനെ ഒരു മിക്സ് ചെയ്തിട്ടുള്ള 6 to 10 വരെയുള്ള NCERTs വെച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഐ ഹോപ്പ് യു ആർ അവെയർ ദാറ്റ് ഇപ്പോൾ റീസെൻ്റ്ലി 2025 നമ്മളിത് സംസാരിക്കുമ്പോൾ NCERT 6, 7, 8ൻ്റെ ബുക്സ് NCERT വെബ്സൈറ്റിൽ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് NCERTയിലെ 6th സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അവർ പാസ്റ്റ് ഏൻഷ്യൻ ഇന്ത്യയാണ്, 7th സ്റ്റാൻഡേർഡ് മെഡീവൽ ഇന്ത്യയാണ്, 8th സ്റ്റാൻഡേർഡിൽ മോഡേൺ ഇന്ത്യയാണ്. ഇപ്പോൾ ഏൻഷ്യൻറ്റ് ഹിസ്റ്ററി, ജോഗ്രഫി ആൻഡ് സിവിക്സ്, പോളിറ്റി എന്ന് പറയുന്ന എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒറ്റ ബുക്കാക്കിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് പഴയതല്ല, ഈ വർഷം മുന്നേ ഉണ്ടായിരുന്ന NCERT, ലാസ്റ്റ് NCERT. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്, നമ്മളെല്ലാവർക്കും NCERT 6 to 12 വരെയുള്ള കംപ്ലീറ്റ് NCERTസും ഒരു ഡ്രൈവ് ആക്കിയിട്ടുണ്ട്. ഐ വിൽ സെൻഡ് യു ദ ഡ്രൈവ് അക്രോസ്. സോ നിങ്ങൾക്ക് ബുക്സിന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ റീഡ് ദാറ്റ്. അപ്പോൾ 42 എക്സാംസ് വിൽ സ്റ്റാർട്ട് ഓഫ് വിത്ത് NCERTs. സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ക്രിയേറ്റ് ചെയ്താൽ ഇത് കഴിയുമ്പോൾ തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമി, പോളിറ്റി, എൻവയോൺമെൻറ്റിൽ അത്യാവശ്യം യു വിൽ ഹാവ് എ സ്ട്രോങ് സൗണ്ട് ബേസിക്സ്. ഈ ബേസിക്സ് വിത്ത് റൈറ്റിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ലെവലിലേക്ക് കടക്കും. അഡ്വാൻസ്ഡ് ആൻഡ് ടു ദ കോർ കൺസോളിഡേഷനിലേക്ക് നമ്മൾ കടക്കും. ബാക്കി എക്സാംസ് 42ലുള്ള ബാക്കി എക്സാംസ് അതിനകത്താണ് ഉണ്ടാവുക. അതിൽ സെക്ഷണൽ എക്സാംസ് ഉണ്ടാവും, കറണ്ട് അഫയേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ എക്സാംസ് ഉണ്ടാവും, ആൻഡ് അവസാനം ആകുമ്പോൾ ഫുൾ ടെസ്റ്റ് ഉണ്ടാവും. ആൻഡ് അവസാനം ഒബ്വിയസ്ലി ഫിനിഷ് ഓഫ് ചെയ്യുന്നത് കോംപ്രിഹെൻസീവ് മോക്ക് വെച്ചിട്ടാണ്, CSAT വെച്ചിട്ടാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത്. സോ ഇത് പ്രിലിംസിൻ്റെ ഇത്രയും എക്സാംസ് നമുക്ക് ഉണ്ടാവും. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് നമുക്ക് മെയിൻസിൽ ഓൾമോസ്റ്റ് 35 എക്സാംസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡു നോട്ട് എക്സ്പെക്ട് എ 20 ക്വസ്റ്റ്യൻ. കാരണം നാളെ 20 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലെന്ന് എനിക്കും അറിയാം. സോ വി നീഡ് ടു ബിൽഡ്. മെയിൻസിനെ സംബന്ധിച്ചോളം സ്പീഡ്, ഫ്ലോ, കോണ്ടന്റ് സ്ലോലി ബിൽഡ് ചെയ്ത് വരണം. എന്നാലേ അത് ഓർഗാനിക്കലി നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 35 എക്സാംസിൽ നമ്മൾ പഠിച്ച ടോപ്പിക്കിനെ സ്ലോലി ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നാൽ ദെൻ ഐ എം ഷുവർ ദാറ്റ് യു വിൽ ഹാവ് ദാറ്റ് എഡ്ജ്. അപ്പോൾ ഇത്രയും തന്നെ മെയിൻസ് എക്സാമും ഉണ്ട്. അതിനെ കൂടാതെ അടുത്ത ഒരു മാർച്ച് വരെയെങ്കിലും essay, and we'll have separate exams. അതിൽ കൂട്ടിയിട്ടില്ല, സെപ്പറേറ്റ് എക്സാംസ് ഓൺ essay, ethics ആൻഡ് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ്. മെയിൻസിൻ്റെ ലെവലിൽ പല ആൾക്കാർക്കും essay മര്യാദയ്ക്ക് ഇപ്പോഴും എഴുതാൻ അറിയില്ല. See, whatever things I'm just telling you, ask this question yourself. ഞാൻ നന്നായി essay എഴുതുന്നുണ്ടോ?
കാരണം എനിക്ക് എസ് എയിലെ മെയിൻസിന് 250 മാർക്സിന് എഴുതാനുണ്ട്. അത് ഞാൻ ജൂണിൽ പഠിച്ചിട്ട് കാര്യമില്ല. സോ എഴുതുകയാണെങ്കിൽ ഐ നീഡ് ടു സ്റ്റാർട്ട് റൈറ്റ് നൗ. എഴുതി പഠിക്കണം. കേസ് സ്റ്റഡി എത്തിക്സ് പിന്നെ എഴുതാം. എ ലോട്ട് ഓഫ് പീപ്പിൾ സ്റ്റിൽ സ്ട്രഗിൾ ടു റൈറ്റ് കേസ് സ്റ്റഡീസ്. എങ്ങനെ എഴുതണമെന്ന് അറിയുന്നില്ല. അതിനും കൂടെ വേണ്ടി ഐ ഡിവോട്ടഡ് എ ലോട്ട് ഓഫ് ടൈം ഫോർ ദിസ്. സോ അത് നമുക്കിതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ വീൽ ആക്ച്വലി വർക്ക് ഓൺ ദാറ്റ് ടു. ആൻഡ് ഇതേപോലത്തെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡേറ്റ് വെച്ചിട്ടുള്ള ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു PDF കിട്ടിയിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമുക്കിനി പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. അതിൽ പഠിക്കേണ്ട ടൈമും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ റീവൈൻഡ് പ്രിൻസിപ്പിളിലേക്കാണ് ഞാൻ അവസാനം പിന്നെയും വരുന്നത്. നമ്മൾ ഇതുവരെ ഉള്ളത് കറക്റ്റാണ്. ഷെഡ്യൂൾ എടുക്കുന്നു, ഓക്കെ, വളരെ കറക്റ്റാണ്. എടുത്ത് പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു. പക്ഷെ അടുത്ത പരീക്ഷ പോകുന്നതിന് മുന്നേ ഐ വോണ്ട് ഓൾ ഓഫ് യു ടു ഡു ദിസ് റീവൈൻഡ്. ഇത് ചെയ്യാൻ പൊതുവേ ആൾക്കാർക്ക് മടിയാണ്. കാരണം നമുക്ക് ബോറടിക്കും. എന്തിനാ ഇത് ചെയ്യുന്നത്? ഞാൻ വെറുതെ എൻ്റെ അനാലിസിസ് ഇത്രയാണ്, എനിക്ക് ഇത്ര മാർക്ക് കിട്ടി എന്നുള്ളതല്ല. യു നീഡ് ടു ഡു ദിസ് റീവൈൻഡ് പ്രിൻസിപ്പിൾ വെരി സ്ട്രോങ്ലി. അതിന് വേണ്ടിയുള്ള റീവൈൻഡ് ടൂൾസാണ് നമ്മളിവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ റിഫ്ലക്ടർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, K-സ്കാൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ആൻഡ് യു ഹാവ് സംതിങ് കോൾഡ് ഗ്രോഗ്രാഫ്. ഇതെല്ലാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു വീഡിയോ ഞാൻ അടുത്ത് ചെയ്യുന്നുണ്ട്. പ്രിലിംസ് കഴിഞ്ഞാൽ ഇതെങ്ങനെ യൂസ് ചെയ്യണം. ആൻഡ് ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. കുറച്ച് സമയം അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ എങ്കിലും നമ്മൾ തെറ്റിയതിൽ തിരിച്ചു പോയി റിവൈസ് ചെയ്യാനുള്ള സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് 3 സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ, ഓപ്ഷൻ 1, ഓപ്ഷൻ 2, സ്റ്റേറ്റ്മെൻറ്റ് 1, സ്റ്റേറ്റ്മെൻറ്റ് 2, സ്റ്റേറ്റ്മെൻറ്റ് 3. ഇത് 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്, കറക്റ്റ് ആൻസർ. പക്ഷേ എൻ്റെ ഉത്തരം 1 and 2 ശരിയും 3 സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്നാണ് ഞാൻ മാർക്ക് ചെയ്തത്. അപ്പോൾ എൻ്റെ ഉത്തരം തെറ്റിപ്പോയി. ആൻസർ കീ നോക്കിയപ്പോൾ ഓൾ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. അപ്പോൾ എവിടെയോ ഡീപ്പ് ഡൗൺ ഇൻ യുവർ ബ്രെയിൻ, ഇൻ യുവർ മൈൻഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ശരിയായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ നിങ്ങളുടെ മൈൻഡിൽ അത് തെറ്റാണെന്നാണ് നിങ്ങൾക്ക് മനസ്സിലായത്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ തെറ്റ് മാർക്ക് ചെയ്തത്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ കിടക്കുന്നത്? അപ്പോൾ അത് കറക്റ്റ് ചെയ്യണ്ടേ? ആ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് മേ ബി ഓൺലി ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ ഡു ദാറ്റ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടെങ്കിലോ ആ തെറ്റ് നമ്മുടെ ബ്രെയിനിൽ പോയിട്ട് നമ്മളൊരു കമാൻഡ് കൊടുത്ത് അത് ശരിയാക്കണ്ടേ? ഈ പ്രോസസ്സ് നിങ്ങൾ ചെയ്യണം. ഇത് ചെയ്തെടുത്തില്ല എങ്കിൽ ടെസ്റ്റ് സീരീസ് ഇസ് എ വേസ്റ്റ്. ചുമ്മാ ആർക്കോ വേണ്ടി എഴുതുക, വെറുതെ എഴുതുകയാണ്. നമ്മൾ ക്വസ്റ്റൻ ഉണ്ടാക്കും, നമ്മൾ വെറുതെ എഴുതുന്നു. ഇത് റീവൈൻഡ് ചെയ്യുമ്പോൾ സമയം പോകും. അതിനോ സമയം പോകും എന്ന് എനിക്കറിയാം. പക്ഷേ തുടക്കത്തിൽ നമുക്ക് സമയമുണ്ട്. ഒരു 10, 15, 20 ടെസ്റ്റ് കഴിയുന്നവരെ നമുക്ക് സമയമുണ്ട്. ഇത് നിങ്ങൾ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺസെപ്റ്റ് ക്ലാരിറ്റി ഒന്നുകൂടെ ബെറ്റർ ആയി തുടങ്ങും. പിന്നെ അങ്ങോട്ട് സ്പീഡ് കൂടുമ്പോഴും നിങ്ങൾക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും റിവൈൻഡ്. സോ ആദ്യം സമയമുണ്ട്. സമയം ഇല്ല എന്ന് വിചാരിച്ചിട്ട് വെറുതെ റേസിന് ഓടിക്കഴിഞ്ഞാൽ പിന്നെയും ഓടിക്കൊണ്ടിരുന്ന യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം. സോ ഈ ടൂൾസ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു റീവൈൻഡ് പ്രോസസ്സ് നടത്താത്തിടത്തോളം കാലം യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം. ഡു നോട്ട് റൺ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ സിവിൽ സർവീസ് ക്ലിയർ ചെയ്യണമെങ്കിൽ ടെസ്റ്റ് സീരീസിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ യു നീഡ് ടു പുഷ് യുവർ സെൽഫ്. ഇന്ന് എനിക്ക് സമയമില്ല, സമയം കണ്ടെത്തണം. ബ്രേക്ക് എടുത്തിട്ട് നാളെ ഒരു 3 to 4 hours മാറ്റി വെക്കണം. റീവൈൻഡ് ചെയ്യണം. എവിടെ തെറ്റി എന്ന് പോയി കണ്ടുപിടിക്കണം. എന്താണ് ഈ ഷീറ്റൊക്കെ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി കിട്ടും. എന്നിട്ട് അടുത്തത് പഠിച്ചു തുടങ്ങുക. ആൻഡ് യു ഡു ഇറ്റ് ഫോർ 15 to 20 എക്സാംസ്. യുവർ ബേസിക്സ് ഇസ് ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. പിന്നെ റീവൈൻഡിൻ്റെ സ്പീഡ് കൂട്ടാം. തിങ്സ് വിൽ ആക്ച്വലി ഗോ ഇറ്റ്. സോ പുഷ് യുവർ സെൽഫ്. മടിയാണ്, താല്പര്യമില്ല എന്നുള്ളതിനെ അപ്പുറത്തേക്ക് ലേൺ ടു പുഷ് യുവർ സെൽഫ്. ബിക്കോസ് ഇൻ UPSC ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന ചെറിയൊരു വാക്കല്ല. ഇഫ് യു ക്യാൻ പുഷ് യുവർ സെൽഫ് ഫോർവേഡ്, ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് സിവിൽ സർവീസ് കിട്ടും. പ്രിലിംസ് ടെസ്റ്റ് സീരീസ് കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവും. സോ കൾട്ടിൻ്റെ ഫീച്ചേഴ്സ് ഇതാണ്. ആൻഡ് ബാക്കിയുള്ള കോണ്ടന്റ് ഇത് എങ്ങനെ പഠിക്കണം എന്നുള്ള, ഇപ്പോൾ ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും ഓരോ ടെസ്റ്റിന് മുന്നേ കഴിയുന്നത്രയും എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ തരുന്നതായിരിക്കും. അതിനുശേഷം ഇറ്റ് വിൽ ബി ഫോളോഡ് ബൈ നമ്മുടെ ആൻസർ കീ ഉണ്ടാവും. അതിനുശേഷം വിൽ ഹാവ് എ ഡീറ്റെയിൽഡ് ആൻസർ എക്സ്പ്ലനേഷൻ. നിങ്ങൾക്ക് ആപ്പിൽ വീഡിയോ കിട്ടുന്നതായിരിക്കും. സോ നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് നിങ്ങൾ ചെയ്യാത്തത്. ഡു ദാറ്റ്, things will be really good. Thank you.